നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം പ്രതിപാദ്യമാക്കുന്ന ദിനം 2026 ജനുവരി മാസം 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചത്തെ ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് തിങ്കളാഴ്ച നല്ലൊരു നക്ഷത്രമാണ്, ചോതി നക്ഷത്രമാണ്. തിങ്കളാഴ്ച സ്ത്രീകൾ സോമവാര വ്രതം എടുക്കുന്ന ദിനമാണ്. പെൺകുട്ടികൾ മംഗല്യസിദ്ധിക്കായി സ്വയംവര അർച്ചന ചെയ്യുന്നു, സോമവാര വ്രതം എടുക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ഭർത്തൃശ്രേയസ്സിനായി, ഐക്യമത്യം ചെയ്യുവാനായി, ദീർഘ മാംഗല്യ സൗഭാഗ്യത്തിനായി, മംഗല്യം അഥവാ മാംഗല്യ സൗഭാഗ്യത്തിനായി എന്ത് ചെയ്യുന്നു? സോമവാര വ്രതം എടുക്കുന്ന ദിനവുമാണ്. നല്ല ദിനമാണ്, ചോതി നക്ഷത്രമാണ്. സർപ്പസങ്കേതത്തിൽ വഴിപാടുകൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണിന്ന്. ഇന്ന് ചോതി നക്ഷത്രം ധാരാളം സമയമുണ്ട്. അതിനാൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. സർപ്പക്ഷേത്രത്തിൽ ഇന്ന് നിങ്ങൾക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതേ രീതിയിൽ നൂറും പാലും. അങ്ങനെ കേരളത്തിന് വെളിയിൽ ഇപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങൾ എല്ലാ അയ്യപ്പ മന്ദിരങ്ങളിലുമുണ്ട്. കേരളത്തിന് വെളിയിൽ 500-ലധികം അയ്യപ്പ ക്ഷേത്രമുണ്ട്. ദില്ലിയിലുണ്ട്, ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. നാഗ്പൂർ, നാസിക്, ഇവിടെ പോയ സമയത്തൊക്കെ തന്നെ ഞാൻ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചോതി നക്ഷത്രം നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം, ആയില്യപൂജ, സർപ്പബലി ചെയ്യാം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രങ്ങൾ നിങ്ങളുടെ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകട്ടെ നാളത്തെ ദിനം. സർപ്പപ്രീതിയുടെ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ, നല്ല സത്സന്താനത്തിനും ആരോഗ്യത്തിനും സർപ്പപ്രീതി ചെയ്യുക. പ്രത്യേകിച്ച് ശാരീരികമായി ന്യൂറോ ബാലൻസുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ തിരുവാതിര, ചോദിച്ച് അധികം നക്ഷത്രക്കാർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. നല്ല നക്ഷത്രമാണ് ചോതി നക്ഷത്രം. സ്വാത്യാം സാഗര ശുക്തിപതിതം തൻ മൗക്തികം ജായതേ. ചോദ്യനാളിൽ, വെളുത്ത പക്ഷത്തിലെ ചോദ്യനാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് മുത്തായി മാറുന്നത്, അനർഘ്യമായ മുത്തായി മാറുന്നത്. 12:30 വരെ നവമി തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്, ഒരു ഗുണവും ലഭിക്കില്ല. അതിനുശേഷം കറുത്ത പക്ഷത്തിലേതാണെങ്കിലും ദശമി തിഥിയാണ്, നവമിയേക്കാളും നല്ലതാണ്. ചന്ദ്രൻ വളരെ ദുർബലമായി വരികയാണ്, എങ്കിലും ദശമി തിഥി നല്ലതാണ്. വേണമെങ്കിൽ 3:45 മുതൽ 3:45 മുതൽ 4:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായി ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.